ഈശോമിശിഹായിൽ പ്രിയപ്പെട്ടവരെ, നമുക്ക് ഇന്ന് 87-ാമത്തെ സങ്കീർത്തനം ധ്യാനിച്ചാലോ? ഉറവകളെല്ലാം സിയോനിൽ നിന്ന്, ജനതകളുടെ മാതാവായ സിയോൻ എന്നുള്ള തലക്കെട്ട്. 7 ദൈവവചനങ്ങള് ദൈവ സാന്നിധ്യത്തിന്റെ വാസസ്ഥലവും എല്ലാവരുടെയും മാതാവും സിയോൻ സ്ഥലമാണ് എന്ന് സങ്കീർത്തകൻ പറയുന്നു. പല സങ്കീർത്തനങ്ങളെ പോലെ ഇത് ഒരു സിയോൻ സ്തുതി ഗീതമായിട്ട് നമുക്ക് കരുതാവുന്നതാണ്. ദൈവത്തിന്റെ വാസസ്ഥലവും എല്ലാത്തിന്റെയും ഉറവിടവുമാണ് സിയോൻ. ദൈവത്തിന്റെ വിശുദ്ധ ഗിരിയായ സിയോനിൽ ദൈവം വാസമുറപ്പിക്കുന്നു. വിശ്വാസത്തിന്റെയും ആരാധനകളുടെയും വിശേഷ സ്ഥലമായ സിയോനിൽ എല്ലാ രാജ്യങ്ങളുടെയും പ്രതാപങ്ങളുടെയും കേന്ദ്രബിന്ദുവാണ്. സിയോൻ എല്ലാവർക്കും മാതൃകയായി തീരുന്നു. അവൾ എല്ലാവരുടെയും മാതാവാണ്. ജെറൂസലേമിലെത്തുന്ന ആരാധകൻ എപ്രകാരമാണ് അതിന്റെ അർത്ഥം മനസ്സിലാക്കുന്നതെന്ന് സങ്കീർത്തകൻ പ്രതിപാദിക്കുകയാണ്. ദൈവരാജ്യത്തിലെ എല്ലാ ജനതകളും ഒന്നായി ചേരലായിട്ട് വരാനിരിക്കുന്ന സ്വർഗീയ രാജ്യത്തിന്റെ പ്രതീകമാണ് സിയോൻ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, അങ്ങ് ഞങ്ങളെ സ്നേഹത്താൽ സൃഷ്ടിക്കുകയും പുതിയ രാജ്യത്തിന് തുടക്കമിടുകയും ചെയ്തു. അങ്ങയുടെ രാജ്യം ഞങ്ങളിൽ വരണം. അങ്ങയുടെ തിരുമനസ് ഞങ്ങളിൽ നിറവേറണം. ഈശോയിലൂടെയാണ് പുതിയ രാജ്യം ഉദ്ഘാടനം ചെയ്തതും സംസ്ഥാപിതമായിരിക്കുന്നതും. ഈശോയെ, നിന്റെ രാജ്യത്തിൽ ഞങ്ങളെയും പങ്കുകാരാക്കണമേ. കർത്താവിന്റെ രാജ്യത്തിലെ അംഗമാണ് നമ്മൾ എന്നുള്ള വലിയ ബോധത്തോടുകൂടി, പുത്രന്റെ മക്കളാണ് എന്ന അവകാശത്തോടുകൂടി, ആ വലിയ പുത്ര വാത്സല്യത്തോടുകൂടി നമുക്ക് ഇന്നത്തെ ദിവസം ചെലവഴിക്കാം. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.